പെരുമ്പാവൂരിൽ എംഎൽഎ ഡോക്ടറോട് മോശമായി പെരുമാറിയെന്ന ആരോപണം. കോൺഗ്രസ് നേതാവ് മനോജ് മൂത്തേടനെതിരെയാണ് ആരോപണം. മൃതദേഹം ഫ്രീസറിൽ വെക്കുന്നതിനെ ചൊല്ലി എംഎൽഎ പ്രശ്നമുണ്ടാക്കിയെന്നും മോശമായി പെരുമാറിയെന്നുമാണ് ഡോക്ടറുടെ പരാതി. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. ഫ്രീസറിൽ ബോഡി വെക്കാനുള്ള റിക്വസ്റ്റ് ആയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എംഎൽഎ കൂടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് നമ്മുടെ ജൂനിയർ ഡോക്ടറിനോട് റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമ്മുടെ ഡോക്ടർ അതിന് ഡോക്ടറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പോലീസിൻ്റെ NOC അതായത് പോലീസ് സ്റ്റേഷൻ്റെ NOC സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അപ്പം മെമ്പറിൻ്റെ എഴുത്ത് മാത്രം മതി ബോഡി ഫ്രീസറിൽ വയ്ക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഇടയ്ക്ക് തർക്കമുണ്ടായി. ഇതിനുശേഷം ആ ഡോക്ടർക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടായി. അതിനുശേഷം ഗ്രൂപ്പിൽ ഡോക്ടർ ഇങ്ങനെ ഇട്ടപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് മാറിയോണ്ട് ഇനി റൂൾസ് മാറിയോ എന്ന് അറിയാനായിട്ട് ഞാൻ സീനിയർ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോസ്ന എല്ലാ ഗ്രൂപ്പുകളിലും ഞാൻ അന്വേഷിച്ചു. ഇതുപോലെ മുന്നേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടും ഫ്രീസറിന് വേണ്ടി അടി ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഫ്രീസറിൻ്റെ ഉത്തരവാദിത്വം പോലീസിനാണെന്ന് പറഞ്ഞിട്ടും പോലീസ് ഇതിന് NOC കൊടുക്കാനോ അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ തയ്യാറായിട്ടില്ല. ഹയർ അതോറിറ്റീസ് വെറുതെ അല്ല പറഞ്ഞത്, ഹയർ അതോറിറ്റീസിനോട് MLA സംസാരിച്ചിട്ടുണ്ട്. റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ വെച്ചത്. ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് പ്രൊട്ടസ്റ്റിന്റെ ആവശ്യമില്ലല്ലോ. അല്ലല്ല, ഹയർ അതോറിറ്റീസ് ഇൻഫ്ലുവൻസ്ഡ് ആയതാണ്. MLA വന്ന് പറയുമ്പോൾ ഇവിടെ അന്ന് എത്രത്തോളം തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാഷ്വാലിറ്റിയിൽ എന്താണ് തിരക്കെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. MLAയുടെ കൂടെ ഉള്ളവർ വരുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. മുന്നേ ഉണ്ടായിരുന്ന സമയത്ത് വേറൊരു ഡോക്ടറുടെ സമയത്ത് രാത്രി ഇതുപോലെ തന്നെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അന്ന് രാത്രി മോർച്ചറി നമ്മുടെ ബാക്കിലാണ്, അവിടെ ഒരുപാട് വെളിച്ചമൊന്നുമില്ല. ആ സ്ഥലത്താണ് പേഷ്യൻ്റ് ഡെഡ് ബോഡി കൊണ്ടുവരുന്നത്, കാഷ്വാലിറ്റിയിലേക്കല്ല. അവിടെ പോയാണ് നമ്മൾ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത്. ഇത്രയൊക്കെ ഒരു MLA വന്നിട്ട് പോലും കാഷ്വാലിറ്റിയിലേക്ക് ബോഡീനെ അന്ന് കൊണ്ടുവന്നിട്ടില്ല. ഞാനും ആ മോർച്ചറിയുടെ അവിടെ പോയാണ് ഡെത്ത് നോക്കിയത്, പേഷ്യൻ്റ് ഡെത്ത് സർട്ടിഫൈ ചെയ്തത്. നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുന്നത് MLAക്കും MLAയുടെ എഗെയിൻസ്റ്റ് പ്രോട്ടോകോൾ സംസാരിച്ച ആ രീതിയോട് നിങ്ങളോട് നേരിട്ട് സംസാരിച്ചു പരാതി കൊടുക്കാൻ പോകുന്നത്. വിവരങ്ങളുമായി അർച്ചന വിനോദ് കൂടി ചേരുന്നുണ്ട്. അർച്ചന, പെരുമ്പാവൂർ MLA മനോജ് മൂത്തേടനെതിരെയാണ് ഈ ഡോക്ടർമാരുടെ പരാതി. അതായത് ജൂനിയർ ഡ്യൂട്ടി ഡോക്ടറോട് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. ഈ മൃതദേഹം ഫ്രീസറിൽ വെക്കുന്നതിനെ ചൊല്ലിയുണ്ടായ പ്രശ്നമാണ് ഇത്തരത്തിൽ മോശമായി പെരുമാറാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. തീർച്ചയായും കോൺഗ്രസ് നേതാവ് മനോജ് മൂത്തേടത്തിനെതിരെയാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹം എത്തിച്ചപ്പോൾ ഫ്രീസറിൽ വെക്കുന്നതിനെ ചൊല്ലിയാണ് MLA ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കുകയും ഈ ജൂനിയർ ഡോക്ടറോട് മോശമായി പെരുമാറുകയും ചെയ്തിരിക്കുന്നത്. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ ജൂനിയർ ഡ്യൂട്ടി ഡോക്ടറാണ് ഇത്തരത്തിൽ മോശമായി പെരുമാറിയത്. MLAക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നിലവിൽ ആശുപത്രിയിൽ നടക്കുന്നത്. കാരണം ഇത്തരം മൃതദേഹങ്ങൾ ഫ്രീസറിൽ വെക്കണമെങ്കിൽ അതിൽ പോലീസിന്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടറുടെയോ ഈ അനുമതി വേണം. അല്ലാത്ത പക്ഷം അത്തരത്തിലൊരു നടപടിയിലേക്ക് ഡോക്ടർമാർ കടക്കാൻ കഴിയില്ല. ഇത് അദ്ദേഹത്തിനോട് സൂചിപ്പിച്ചപ്പോഴാണ് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കുകയും തുടർന്ന് പഞ്ചായത്ത് മെമ്പറുടെ അനുവാദം മാത്രം മതി എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രശ്നമുണ്ടാക്കി ഇവരെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തത്. ഇതിലാണ് ഇപ്പോൾ പരാതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ആശുപത്രി കൃത്യമായി ഡോക്ടർമാരില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനിടെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല, നേരത്തെയും ഇത്തരത്തിൽ അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുക, തുടർന്ന് ഡോക്ടർമാരെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുക, ഇത് തുടർച്ചയായതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് അവിടുത്തെ ഡോക്ടർമാർ മാറിയിരിക്കുന്നത്. എന്തായാലും പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ ഒന്നടങ്കം ആരോഗ്യവകുപ്പിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഒപ്പം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ്. കാരണം വലിയ പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ ഈ ആശുപത്രി സാഹചര്യം പോകുന്നത്. പരിമിതമായ ഡോക്ടറുടെ ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. മാത്രമല്ല രോഗികളുടെ എണ്ണത്തിൽ കൂടുതൽ വർധനവുണ്ടാവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് രാഷ്ട്രീയ ഇടപെടലുകൾ കൂടി നടത്തി ഡോക്ടർമാരുടെ മോശമായി പെരുമാറുന്നത്. ഇതാണ് പരാതി. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യുന്നത്. ശരി, അർച്ചന വിനോദാണ് വിവരങ്ങൾ നൽകിയത്.